മോളിവുഡ് ടൈംസ് സിനിമ സെൻസർ വിവാദത്തിൽ നിർമ്മാതാവ് ആഷിഖ് ഉസ്മാനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. മേഘ്ന മുരളി തിരുവനന്തപുരം ചേർന്നു. മേഘ്ന, സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയതിന് പിന്നാലെ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചപ്പോൾ സെൻസർ ബോർഡ് കട്ട് ചെയ്തൊക്കെ തിരികെ കയറ്റുന്ന ആരോപണം, പരാതി, ഇതിന് പിന്നാലെയാണ് കേസാകുന്നത്. എന്താണ് നിലവിൽ കേസിന്റെ സ്റ്റാറ്റസ്? ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ടോ? ആരൊക്കെയാണ് പ്രതികൾ? സുഹൈൽ, നിർമ്മാതാവ് ആഷിഖ് ഉസ്മാനെ ഒന്നാം പ്രതിയാക്കിയാണ് തിരുവല്ലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിലവിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. അതിൽ പ്രാഥമിക ഘട്ടത്തിൽ ഇങ്ങനൊരു കുറ്റം ചെയ്തിട്ടുണ്ട് അണിയറ പ്രവർത്തകർ എന്ന് തന്നെയാണ് പോലീസ് വിലയിരുത്തുകയും ചെയ്യുന്നത്. അതിൽ ജൂൺ 5-നാണ് ഈ സിനിമ മോളിവുഡ് ടൈംസ് എന്ന നസ്രനും അതുപോലെ തന്നെ ബേസിലും ഒക്കെ നായകന്മാരായി എത്തുന്ന സിനിമ പുറത്തിറങ്ങിയത്. അതിൽ ജൂൺ 2-ന് സിനിമയ്ക്ക് സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നു. അതിൽ കൃത്യമായും ഈ അശ്ലീല സംഭാഷണങ്ങൾ അതുപോലെ തന്നെ ദൃശ്യങ്ങൾ കട്ട് ചെയ്യണമെന്നുള്ള നിർദ്ദേശം സെൻസർ ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അങ്ങനെ കട്ട് ചെയ്ത കോപ്പി കാണിച്ചതിന് ശേഷമാണ് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തത്. എന്നാൽ ജൂൺ 5-ന് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ മറ്റൊരു പതിപ്പ്, അതായത് ഈ ദൃശ്യങ്ങളൊന്നും കട്ട് ചെയ്യാത്ത മാറ്റാത്ത ഒരു പതിപ്പ് തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ് സംവിധായകനും അതുപോലെ തന്നെ നിർമ്മാതാവിനുമെതിരെയുള്ള പരാതി. അതുപോലെ തന്നെ FIR-ൽ ഈ തിയേറ്റർ ഉടമകൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അതിൽ അറിഞ്ഞുകൊണ്ട് തന്നെ സെൻസർ ബോർഡിനെ കബളിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് FIR-ൽ ഒരു കുറ്റമായി പറയുകയും ചെയ്യുന്നത്. കാരണം ഇത്തരത്തിൽ റേറ്റിംഗും അതുപോലെ തന്നെ ആളുകളെ കൂട്ടാനുമായി ഇത്തരത്തിൽ അശ്ലീല സംഭാഷണങ്ങളും ദൃശ്യങ്ങളും ഈ സിനിമയിൽ കുത്തിക്കയറ്റി എന്നുള്ള കാര്യമാണ് സെൻസർ ബോർഡ് പറയുകയും ചെയ്തത്. അത് അനുവദനീയമല്ലായിരുന്നു, അല്ലെങ്കിൽ നിയമവിരുദ്ധമാണ് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അങ്ങനെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇനി സംവിധായകൻ അതുപോലെ തന്നെ തിയേറ്റർ ഉടമകളെ അടക്കം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നുള്ള കാര്യമാണ് പറയുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ തുടർ നടപടികൾ, അതിൽ സിനിമാറ്റോഗ്രാഫ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകളടക്കം ചുമത്തണമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധന വിധേയമാക്കുന്നുണ്ട്. അതിൽ പ്രാഥമിക ഘട്ടത്തിൽ സെൻസർ ബോർഡിനെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സെൻസർ ബോർഡ് തിരുവല്ലം റീജിയണൽ ഓഫീസിന്റെ പരാതിയിലാണ് ഇപ്പോൾ സിനിമ അണിയറ പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുകയും ചെയ്യുന്നത്. സെൻസർ ബോർഡിന്റെ ടേബിളിൽ വെട്ടിമാറ്റിയ രംഗങ്ങളെല്ലാം വെട്ടിമാറ്റി ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു പുറത്തിറക്കിയ സമയത്ത് ആ വെട്ടിമാറ്റിയതെല്ലാം ചേർത്ത് തിയേറ്ററിൽ പ്രദർശിപ്പിച്ചെന്ന പരാതിയിലാണ് കേസെടുത്തിപ്പോൾ നിർമ്മാതാവിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.